ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി പോലീസ് അറിയിച്ചു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പമ്പയിലെത്തി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിന് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായാണ് വിവരം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായി പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലിലും ആദ്യഘട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. വിവിധയിടങ്ങളിലായി നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി പോലീസ് മേധാവി അറിയിച്ചു. സന്നിധാനത്തെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനം നടത്തുന്നതിന് ആവശ്യമായ സഹായം നൽകലാണ് പോലീസിന്റെ പ്രാഥമിക ചുമതലയെന്ന് DGP അറിയിച്ചു. 10,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ശബരിമലയിൽ നിയോഗിച്ചിരിക്കുന്നത്. ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാകും പോലീസിന്റെ പ്രവർത്തനം. ഏകദേശം ഒരു 14,000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ 4-5 ഫേസുകളായിട്ട് നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 700-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമേ ഇപ്പോൾ ഉള്ളൂ. എന്തു തന്നെയാണെങ്കിലും ചെറുവാഹനങ്ങൾ മാത്രമേ, അതും ഫാസ്ടാഗുള്ള വാഹനങ്ങൾ മാത്രമേ പമ്പയിൽ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി ഭക്തജനങ്ങൾ പാലിക്കണം. കാണാതാകുന്നവരെ കണ്ടെത്തുന്നതിനും പോക്കറ്റടി, മോഷണം, ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ തടയുന്നതിനും പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ പോലീസിന് നിർദ്ദേശമുണ്ട്. തീർത്ഥാടന കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത് മനുഷ്യ സേവനത്തിനായി തന്നെ കണക്കാക്കണമെന്നാണ് DGPയുടെ നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.